ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മുടെ ഡേ 3 ഓഫ് ക്ലാൻ വാർ ലീഗാണ്. അപ്പോൾ ഡേ 2ൻ്റെ അവസ്ഥ നമ്മൾ കാണിച്ചു തരാം ഗൈസ്. ഡേ 2 ഇതാണ് നമ്മുടെ അവസ്ഥ. ഏതോ ഒരുത്ത കളിച്ചില്ല, ആരാണ് കളിക്കാത്തതെന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടണില്ല. പക്ഷേ ഇതാണ് നമ്മുടെ അവസ്ഥ ഗൈസ്. വളരെ ബാഡാണ്. നമ്മുടെ റിസൾട്ടിൻ്റെ ടോപ്പ് ലിസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ ക്ലാനായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ വിച്ച് മീൻസ് നമ്മൾ പെട്ടെന്ന് തന്നെ ഡിമോട്ടായി പുറത്ത് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ നമ്മൾ ഡിമോട്ടായി പോകും. മിക്കവാറും പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ബട്ട് അറിയത്തില്ല ഗൈസ്. നമ്മളിവിടെ ഡേ 3 എടുത്തപ്പോൾ നമ്മുടെ ഇന്നത്തെ വാറ് ഡേ 3 ആണ്. ഡേ 3യിലെ ആദ്യത്തെ ഒമാരടിച്ച 7 അറ്റാക്കും ഒമാർ ഫുള്ളും 3 സ്റ്റാറാണ്. എൻ്റെ ബേസൊക്കെ അടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. ഒരു ഐഡിയ ഇല്ല. നമ്മുടെ ഇന്ന് ഓൾറെഡി തന്നെ നമ്മുടെ ഒരു അറ്റാക്ക് പോയിട്ടുമുണ്ട്. സോ ഹോപ്പൊന്നുമില്ല. നമ്മൾ സ്റ്റിൽ ഒരു ഹോപ്പുണ്ട് എന്ന് പ്രതീക്ഷിച്ചും കൊണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. എൻ്റെ ട്രൂപ്സ് എല്ലാം സെറ്റാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ നമ്മൾ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. ഏതാണ് ബേസ് എന്ന് ഞാൻ കണ്ടിട്ടില്ല. ബേസ് കിട്ടി ഗൈസ്. പക്ഷേ ഈ ബേസിൽ എങ്ങനെ ഞാൻ അറ്റാക്ക് ചെയ്യാൻ എന്ന് ചോദിച്ചാൽ അറ്റാക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ചെയ്തില്ലെങ്കിൽ നമ്മൾ കുറച്ച് പെടാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം കുറച്ച് ടാസ്ക് ആണല്ലോടാ. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാണ്. ഡ്യൂക്ക് ഡ്രാഗൺ ഇറക്കിയിട്ടുണ്ട്. ഇൻവി മൊത്തം അവിടെ കിടന്ന് മറ്റേ ഫ്രീസ് ഗോളം. നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ ഫ്രീസ് ആയിട്ടുണ്ട്. അടുത്തൊരു ഇൻവീട്ട് എല്ലാവരെയും കൂടെ ചേർത്ത് പിടിച്ച് നമ്മളൊരു ഇൻവീട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ഇൻവി. പെർഫെക്റ്റ്. യെസ്, പെർഫെക്റ്റ് ആണ്. അടുത്തൊരു ഇൻവി. റിവെഞ്ച് ടവറിൻ്റെ അടുത്ത് പോടാ. എന്തിൻ്റെ കടിയാണ് ഡ്യൂക്ക് ഡ്രാഗൺ കാണിക്കണ ഇൻവീട്ട്. ഓക്കെ, അടുത്ത ഇൻവി. അടുത്തൊരു ഇൻവി, ഒരു റിസ്ക് ഇൻവിയാണ്. യെസ്. അയ്യോ. ഓക്കെ ഗൈസ്, നമ്മുടെ റിവെഞ്ച് ടവർ പോവോ ഒരു ഐഡിയ ഇല്ല. യെസ്, റിവെഞ്ച് ടവർ പോയിട്ടുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഇല്ലാത്തൊരു ഇൻവി ആയിട്ട് എനിക്ക് തോന്നി. ഓക്കെ, നമ്മൾ ക്വീൻ ഇവിടെ ഇറക്കി. ക്വീൻ്റെ എബിലിറ്റി. ക്വീൻ്റെ എബിലിറ്റിക്കും ഒരു ഗുണമില്ലല്ലോ. ഫുൾ ഡ്രാഗൺസ്, മിനിയൻ പ്രിൻസ്, ഗ്രാൻഡ് വാർഡൻ, പുതിയ സേജ് മിഷൻ ക്വീൻ്റെ സൈഡിൽ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ്. ഒരു ഇലക്ട്രോ എടുത്ത് നമുക്ക് ഇങ്ങോട്ടിടാം. നമ്മൾ കുറച്ച് ടാസ്ക് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കട്ടെ. അയ്യോ, എത്രയൊന്ന് റൂട്ടപ്പ് ചെയ്യുകയാണ്. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ബാഡ് എന്ന് പറഞ്ഞാൽ ഇമാതിരി ബാഡ്, ഒരു രക്ഷയില്ലാത്ത ബാഡാണ്. നടുക്കൊരു ടോട്ടം, ഇവിടെ സൈഡിലൊരു ടോട്ടം. നടുക്കത്തെ കമ്പാർട്ട്മെൻറ്റാണ് ഞാൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഫ്രീസ് ഇട്ടിട്ടുണ്ട് നമ്മൾ. ഈ കമ്പാർട്ട്മെൻറ്റിൽ ഇവിടെ ഒരു ഫ്രീസ് ഇടണം. ഒരു ബേബി ഡ്രാഗൺ നമ്മളിവിടെ ഇറക്കി. 2 മിനിയൻസ് ഇറക്കി. ഓക്കെ, ഇറങ്ങിയിട്ടുണ്ട്. 3 ആർച്ചറും കൂടെ ഉണ്ട്. അതും കൂടെ നമ്മൾ എല്ലാവരെയും ഇറക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ മരണം നേരിട്ട് കാണുന്ന ഒരു അവസ്ഥയിലാണ്. അയ്യോ, മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി. ഓക്കെ ഗൈസ്, ആദ്യമായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് അറ്റാക്ക് നമ്മുടെ കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥ കാണുന്നത്. 97 ഗൈസ്. ഈ വാറ് ടോട്ടലി ഒരു ലക്കില്ലാത്ത സാധനം. ഞാൻ പല രീതിയിൽ ട്രൈ ചെയ്താലും എങ്ങനെയെങ്കിലും എൻ്റെ അറ്റാക്ക് ഇങ്ങനെ പോകും. പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത അറ്റാക്ക് എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ബേസ് കിട്ടി. എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഈ പ്രാവശ്യത്തെ വാറ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ കളിക്കുന്നതൊന്നും ശരിയായി കിട്ടണില്ല. അതാണ് സംഭവം. എങ്ങനെ കളിക്കാനാ? ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗനെ നമ്മൾ ഇവിടെ ഇറക്കുന്നു. പെർഫെക്റ്റ് ആണ്. എനിക്കൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇങ്ങോട്ട് വാ. നൈസ്. ഇപ്പോൾ ഒരു ഇൻവി ഇട്ട് കൊടുത്തു. ഓക്കെ, നൈസായിട്ട് തന്നെ നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചാർജ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ഇൻവി. എങ്ങോട്ട് കയറി പോകും? അങ്ങോട്ടാണ് കയറണം. ഡ്യൂക്ക് ഡ്രാഗൺ ഫുള്ള് ടാസ്ക്കാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്.
അടുത്തൊരു ഇൻവി. ഓക്കെ, അവിടുത്തെ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഡ്യൂക്ക് ഡ്രാഗൺ ആരെയൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റിവെഞ്ച് ടവറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു ഐഡിയ ഇല്ല, കിട്ടുമോടി. ആ ഡ്രാഗന് അവിടെ തന്നെ ഉണ്ട്. നമ്മൾ ക്വീൻ ഇവിടെ ഇറക്കി, ക്വീൻ്റെ വിളിച്ചു കൊടുത്തു. 2 ആർച്ചർ ടവർ കിട്ടി. അത്യാവശ്യം നല്ല ഗുണമുള്ള ഒരു ആർച്ചർ ത്രോ ആയിരുന്നു. ഗ്രാൻഡ് വാർഡൻ, ഇൻട്രസ്റ്റ്, പുതിയ സേജ് മിഷൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് ഇറക്കിയിട്ടുണ്ട്. ഒരു ഇലക്ട്രോ ഡ്രാഗനുണ്ട് ടോപ്പ് സൈഡിൽ ഇറക്കി. ഓക്കെ, മൊത്തത്തിൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മിനിയൻ ബ്രിഡ്ജ് മൊത്തത്തിൽ പോയി. അത് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. നമ്മുടെ മിനിയൻ ബ്രിഡ്ജ് മൊത്തത്തിൽ തന്നെ പോയിട്ടുണ്ട്. ഇമാർ ഇത്ര ഒന്ന് റൂട്ടപ്പ് ചെയ്യാൻ ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി ഒന്നും നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. ക്ലാൻ കാസിൽ സീസ് ചെയ്യുന്ന എല്ലാവരും അവിടെ നേരത്തെ ഇറങ്ങി വരുന്നുണ്ട്. എന്ത് ചെയ്യണം എന്ന് ഒരു അവസ്ഥയിലാണ്. നടുക്കൊരു ടോട്ടം സ്പെല്ലിട്ടു. സ്റ്റിൽ മാനേജബിൾ ആണ്. വീണ്ടും നടുക്കൊരു ടോട്ടം സ്പെല്ലിടുന്നു. ഡ്യൂക്ക് ഡ്രാഗനെ റിവൈവ് ചെയ്യുന്നു. എല്ലാവരും പെട്ടെന്ന് ചാവുന്നുണ്ടല്ലോടാ. ഫ്രീസ്, 2 മിനിയൻ, 3 ആർച്ചർ. എന്താടാ ഇങ്ങനെ ചാവണേ? ഒരു 4x ഇടയാണ് ഗൈസ്. വീണ്ടും നടുക്കൊരു ഫ്രീസ്. ഗൈസ് അറ്റാക്ക് പോയി. ഓക്കെ, നമുക്ക് അടുത്ത അറ്റാക്കിൽ പോകാം. നമുക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. കളിച്ച 2 അറ്റാക്കും പോയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് എടുത്തിട്ടുണ്ട്. അടുത്ത നമ്മളൊരു ഡിഫറൻറ്റ് സ്റ്റൈലാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണേ. അടുപ്പിച്ച് 2 പൊട്ടിയപ്പോൾ എന്തോ വീണ്ടും കോൺഫിഡൻസ് ഇങ്ങനെ താന്നു പോയ പോലെ എനിക്ക് തോന്നുന്നു. നമ്മൾ ആദ്യമേ കയറി ആ റാങ്കിങ് നോക്കിയാൽ ഉണ്ടാണെന്ന് തോന്നുന്നു. ഏറ്റവും ലാസ്റ്റ് ഇടുന്നതുകൊണ്ട് ഒരു ഹോപ്പ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. എൻ്റെ അറ്റാക്ക് ഒന്നും ശരിയാവണില്ല. ഓക്കെ, നമുക്ക് നോക്കട്ടെ. എങ്ങനെ കയറി അടിക്കാൻ വേണം. ഓക്കെ, ക്വീൻ ഇവിടെ ഇറക്കി. ക്വീൻ്റെ എബിലിറ്റി പ്ലേസ്മെൻറ്റ് ശരിയായില്ല, കുഴപ്പമില്ല. ഫുൾ ഡ്രാഗൺസ്, മിനിയൻ ബ്രിഡ്ജ്, ഗ്രാൻഡ് വാർഡൻ, ഡ്യൂക്ക് ഡ്രാഗൺ ഇപ്പുറത്തിറക്കി. ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ്, പുതിയ സേജ് മിഷൻ, ക്വീനെ സപ്പോർട്ട് ചെയ്ത് ഫുൾ ലൂൺസ്, നടുക്കൊരു ടോട്ടം. ഓക്കെ, ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ പോകുന്നുണ്ട്. വീണ്ടും നടുക്കൊരു ടോട്ടം. ക്വീനെ സപ്പോർട്ട് ചെയ്താണ് ഒരു ടോട്ടം സ്പെല്ലിടുന്നത്. അത് വീണ്ടും നടുക്കൊരു ടോട്ടം. ആ ഏരിയയിൽ ഒരു പോയിസൺ. ഇവന്മാർ ഇത്രയും പേരെ ഒന്ന് റൂട്ടപ്പ് ചെയ്യണം. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കുറച്ച് നേരത്തെ കൊടുത്തോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ബട്ട് സ്റ്റിൽ നേരത്തെ കൊടുക്കേണ്ടിയിരിക്കുന്നു. എന്താ അതാക്കണം, എനിക്കൊന്നും മനസ്സിലാവണില്ല ഗൈസ്. അതൊക്കെ ടോട്ടം സ്പെല്ലിടുന്നു. ഇന്ത്യൻ ഫ്രണ്ട്സൊക്കെ ചാവില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. റേജ് നടുക്കൊരു ടോട്ടം. ആർക്കാണ് റേജ് ഇട്ടതെന്ന് കണ്ടോ? നമ്മൾ ഡ്യൂക്ക് ഡ്രാഗനാണ് റേജ് ഇട്ടത്. പക്ഷേ ഡ്യൂക്ക് ഡ്രാഗൻ അപ്പത്തേക്ക് കാറ്റിരിച്ച് വേറെ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. ഒരു ഇതും പോയി എന്ന് മാത്രം പറയരുത്. ഡ്യൂക്ക് ഡ്രാഗനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. ആ റിവെഞ്ച് ടവർ ഒരു രക്ഷയില്ലാത്ത ഡാമേജാണ് കാരണം ഗൈസ്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എന്താണ് അവസ്ഥ, എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവില്ല. വീണ്ടും ഡ്യൂക്ക് ഡ്രാഗനായിരുന്നു റിവൈവ് ചെയ്ത്. റിവെഞ്ച് ടവർ കിട്ടുമോ പ്ലീസ്? റിവെഞ്ച് ടവർ എടാ, നിങ്ങൾ റിവെഞ്ച് ടവറിന് മാത്രം അറ്റാക്ക് ചെയ്യടാ. എടി എന്ത് കഷ്ടം. താങ്ക്സ് ആ ഗൈസ്. നമ്മൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ട്. ലക്കിലൊക്കെയാണെന്ന്. എന്താ എൻ്റെ അറ്റാക്കിന് ഇങ്ങനെ പറ്റണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ജസ്റ്റ് ലക്കിലൊക്കെ നമ്മൾ നമ്മളൊരു 3 സ്റ്റാർ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അടുത്ത അറ്റാക്കിൽ പോകാം. ഓക്കെ ഗൈസ്, നമ്മൾ അടുത്ത ബേസ് കൊടുത്തിട്ടുണ്ട്. എന്തുവാടേ എങ്ങനെയൊക്കെ ബേസ് വെച്ചേക്കണം? ഇങ്ങനെയൊക്കെ ബേസ് വെച്ചാൽ ഇങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യാനാണ്. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗനെ ഇറക്കി. സ്മൂത്താണ്. ഒരു ഇൻവീറ്റ് കൊടുത്തു. പെർഫെക്റ്റ്. അതും പെർഫെക്റ്റ്. അടുത്തൊരു ഇൻവി. കറക്റ്റ് പ്ലേസ്മെൻറ്റ് ഇൻവി ആയിരുന്നു. ഓക്കെ, നൈസ്. ഇത് കിട്ടുമോ? കിട്ടി. യെസ്. അടുത്തൊരു ഇൻവി. ക്വീൻ്റെ നേരെ പോയാൽ മതിയായിരുന്നു, കുഴപ്പമില്ല. അടുത്തൊരു ഇൻവി. ആ ഇൻവി കുറച്ച് നേരത്തെ കഴിഞ്ഞ പോലെ തോന്നുന്നു.
അടുത്ത ഇൻവി. അത് ആർക്കാണ് ഞാൻ ഇൻവി ഇട്ട് കൊടുത്തത്? അടുത്ത ഇൻവി, അടുത്തൊരു ഇൻവി. ഇതെന്താ? എന്താ മനസ്സിലാവണില്ല. നമ്മുടെ പയ്യൻ വേറെ എങ്ങോട്ടൊക്കെയോ കയറി പോകുന്നു, ചാവുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ വേറൊരു റിവേഴ്സ് സ്ട്രാറ്റജി ട്രൈ ചെയ്യാണ്. ക്വീൻ ഇറക്കി, ക്വീൻ്റെ എബിലിറ്റി കൊടുത്തു. 2 എയർ കിട്ടിയിട്ടുണ്ട്. ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, പുതിയ സേജ് മിഷൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ഇറക്കി. പോയിസൺ ആ മുകളിലുണ്ട്, അപ്പോൾ അത് നമ്മൾ കുറച്ച് സൂക്ഷിക്കണം. നടുക്ക് ഒരു ടോട്ടം ഇടണോ? ഇവിടെ നടുക്കൊരു ടോട്ടം ഇട്ടിട്ടുണ്ട്. ഇലക്ട്രോ ഡ്രാഗൺ ടോപ്പ് സൈഡിൽ തന്നെ ഇറക്കിയിട്ടുണ്ട്. ആരെങ്കിലും റൂട്ടപ്പ് ചെയ്യണം. ഇമാർ ഇത്രയൊന്ന് റൂട്ടപ്പ് ചെയ്യാം. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തു. പക്ഷെ നേരത്തെ ആണോ ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി പോയെന്ന് എനിക്കറിയത്തില്ല. ഇല്ല ഇപ്പോൾ കറക്റ്റാണ്. ഡ്യൂക്ക് ഡ്രാഗനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. ആ പോയിസനെ കിടന്ന് ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നടുക്കൊരു ടോട്ടം സ്പെല്ലിട്ടു. ഒരു ബേബി ഡ്രാഗൺ അപ്പുറത്തെടുക്കുന്നു. ഒരു ആർച്ചർ ഇറക്കുന്നു. 2 ഫ്രീസ് ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ഫ്രീസ് ഇറക്കി. അടുത്തൊരു ഫ്രീസ് ഇട്ടു. ഫൈനലി ഈ അറ്റാക്ക് സ്ട്രാറ്റജിയിൽ നമുക്കൊരു ഫ്രീസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത ബേസ് കിട്ടി. നമ്മൾ ഡ്യൂക്ക് ഡ്രാഗൺ ചാർജസ് തൽക്കാലം ഒഴിവാക്കിയിരിക്കുകയാണ്. എന്നിട്ട് വെറൈറ്റി നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വേറൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ ട്രൈ ചെയ്യണം. പക്ഷേ ഇവിടെ ഡ്യൂക്ക് ഡ്രാഗൺ ചാർജ് വേണമായിരുന്നു എനിക്കിപ്പോൾ കണ്ടിട്ട് തോന്നുന്നുണ്ട്. ആടാ ഓക്കെ ഗൈസ്, നമ്മൾ അപ്പോൾ എനിക്ക് ചിന്തിക്കാൻ പ്ലാനൊന്നും കിട്ടിയില്ല. പക്ഷേ കുഴപ്പമില്ല. നമ്മൾ ആദ്യം തന്നെ ഓൾറെഡി ലേറ്റായിട്ട് നമ്മൾ ഇറക്കുകയാണല്ലോ. ഓക്കെ, ക്വീൻ ഇറക്കി. ക്വീൻ്റെ എബിലിറ്റി കൊടുത്തു. നൈസ്, പെർഫെക്റ്റ്. ഫുൾ ഡ്രാഗൺസ്, ഗ്രാൻഡ് വാർഡൻ, മിലിയൻ പ്രിൻസ്, പുതിയ സേജ് മിഷൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് നമ്മൾ ഇറക്കി. ഡ്യൂക്ക് ഡ്രാഗൺ ചാർജർ തന്നെ നമ്മൾ ഇങ്ങോട്ട് ഇറക്കുന്നുണ്ട്. ഓക്കെ, ക്വീനെ സപ്പോർട്ട് ചെയ്ത് ഫുൾ ലൂൺസ് ഇറക്കുകയാണ്. ഓക്കെ, നൈസ്. ഫുള്ള് കുറച്ച് ടാസ്ക് ആണ്. നമുക്കൊരു ടോട്ടസ് ഇടാം. നമ്മൾ ഇത്ര ഒന്ന് റൂട്ടപ്പ് ചെയ്യണം. ഡ്യൂക്ക് ഡ്രാഗൺ ഒരു രക്ഷയില്ലാത്ത അടിയാണ്. ഗ്രാൻഡ് വാർഡൻ്റെ ബെഞ്ച് ക്വീനെ സപ്പോർട്ട് ചെയ്ത് അവിടെ ഒരു ടോട്ടസ് ഇടുന്നു. സീസറിലെ ഇറങ്ങി വരുന്നുണ്ട്. ആ ഏരിയയിലൊരു റേജ് ഇടുന്നു. ഓക്കെ, നൈസ്. ക്വീന് ചട്ടോ. അത്യാവശ്യം സീനാണോ എന്ന് ചോദിച്ചാൽ സീനാണ്, കുഴപ്പമില്ല. നടുക്കൊരു ടോട്ടസുലയാണ്. ബേബി ഡ്രാഗനെ നമുക്ക് ഒന്ന് വെച്ചിരിക്കുക. നമ്മൾ ഹോൾഡ് ചെയ്ത് തന്നെ വെച്ച് കളിക്കുകയാണ്. ഇമാർ ഇത്രയാണ് ഫ്രീസ് ചെയ്യുകയാണ്. ഫ്രീസ് വേണ്ടായിരുന്നു. നമുക്കൊരു ബേബി ഡ്രാഗൺ ഉണ്ട്. പക്ഷേ ബേബി ഡ്രാഗനെ ഞാൻ വെറുതെ ഇറക്കി ശരിയാവില്ല. ഓക്കെ, നൈസ്. ഓക്കെ, നൈസ്. ഡ്യൂക്ക് ഡ്രാഗൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. നടുക്കൊരു ടോട്ടസ് ഉണ്ട്. മിനിയൻ പ്രിൻസിനെ റിവൈവ് ചെയ്തു. ഓക്കെ, ഗൈസ്, നമ്മുടെ അടുത്ത ഒരു അറ്റാക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത ബേസ് ഇതാണ്. പക്ഷെ നമ്മൾ നേരത്തെ കളിച്ച ബേസ് ഒരു രക്ഷയല്ല കേട്ടോ. അതിവിടെ കുറച്ച് പയ്യന്മാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് സംസാരിക്കാൻ പറ്റിയില്ല. നേരത്തെ കളിച്ച ബേസ് നമ്മൾ കുറേ ചിന്തിച്ച ബട്ട് സ്റ്റിൽ നമുക്ക് നല്ലൊരു 3 സ്റ്റാർ കിട്ടി. അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്ട്രാറ്റജിയായി. ഓക്കെ, നമ്മൾ അടുത്ത അറ്റാക്കിലോട്ട് പോവുകയാണ്. പക്ഷേ ഇത് മനസ്സിലാവണില്ല ഇവിടെ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ട്രൂപ്സ് ഉണ്ട്. ഓക്കെ, ക്വീൻ ഇറക്കി. ക്വീൻ്റെ എബിലിറ്റി കൊടുത്തു. പെർഫെക്റ്റ് ക്വീൻ എബിലിറ്റി. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ 2 എയർ ഡിഫൻസ്, ഫുൾ എയർ സ്വൈപ്പർ എല്ലാവരെയും കിട്ടിയിട്ടുണ്ട്. കിട്ടില്ല ക്വീൻ എബിലിറ്റി ആയിരുന്നു. ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ്. ഡ്യൂക്ക് ഡ്രാഗനെ നമ്മളിവിടെ ഇറക്കുന്നു. നടുക്കൊരു പോയിസ് ഇടുന്നു. നടുക്കൊരു ടോട്ടസ് ഇടുന്നു. ക്വീനെ സപ്പോർട്ട് ചെയ്ത് ഫുൾ ലൂൺസ് നമ്മൾ മൊത്തത്തിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഡ്യൂക്ക് ഡ്രാഗൺ പാവം കഷ്ടപ്പെട്ട് ഇരുന്ന് അറ്റാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാനേജബിൾ ആണ്. നമ്മുടെ അറ്റാക്കൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ട്രൂപ്സ് എല്ലാം സൈഡിൽ കൂടെ കയറി തുടങ്ങിയിട്ടുണ്ട്.
ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി വേണമെങ്കിൽ കൊടുക്കാം, കൊടുത്തേക്കാം. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. നടുക്കൊരു ടോട്ടം സെൽ ഇടുന്നു. ഓക്കെ, ടോട്ടം സെൽ ഇട്ടിട്ട് കാര്യമില്ല. ഡ്യൂക്ക് ഡ്രാഗനെ റിവൈവ് ചെയ്യുന്നുണ്ട്. ഓ മാരി ഇത്രയൊന്നും റൂട്ടപ്പ് ചെയ്യാണ്. എൻ്റെ ക്യൂവിന് ചത്തുപോയായിരുന്നു, മുമ്പ് ക്യൂവിന് ചത്തുപോയി. ഇപ്പം അത്യാവശ്യം കുറച്ച് ബാഡാണ്. ബേബി ഡ്രാഗൺ വെച്ച് ഞാൻ ഉള്ള സാധനം അങ്ങ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 2 ഫ്രീസ്, അത്യാവശ്യം സ്പെല്ലൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ആ റിവെഞ്ച് ടവർ ഉള്ളതുകൊണ്ട് എത്രത്തോളം സ്പെല്ല് വർക്കാവും എന്നെനിക്കറിയത്തില്ല. നോക്കാം. ബാക്കിയെല്ലാം ഒരു ശുഭപ്രതീക്ഷയോടെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. അവന്മാരെല്ലാവരും റിവൈവ് ആയിട്ടുണ്ട്. അത് കുറച്ച് ബാഡാണ് ഗൈസ്. ഒരു ഫ്രീസ് ഇട്ട് കൊടുക്കാം. ആർക്കാടെ ഫ്രീസ് ഇട്ട് കൊടുക്കാം. ഒരു നടുക്കൊരു റേജ് ഇടുന്നു. മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി. ഓക്കെ, നൈസ്. ഒരു ടോട്ടം സെല്ല് റിവേഴ്സിലാണ് നമ്മൾ ടോട്ടം സെല്ലിട്ടെ. ഓക്കെ, പെർഫെക്റ്റ് ആണ്. ഒരു ഫ്രീസ് ഇടുന്നു. ഈ ആര് ചത്താലും സീനൊന്നുമില്ല, നമുക്കൊരു റിവൈവ് സ്പെല്ലുണ്ട്. സോ ബേസിക്കലി കുറച്ചിടാം. സിമ്പിൾ ഗൈസ്. നമ്മൾ ഒരു സ്പെല്ല് ഇറക്കണം മുമ്പേ നമ്മൾ ബേസ് കിടിലായിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ അറ്റാക്ക് സ്ട്രാറ്റജി എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നമ്മൾ ഈ അറ്റാക്ക് സ്ട്രാറ്റജി എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ ചാർജ് മാത്രമാണ് നമ്മുടെ കൈ വിട്ട് പോയൊരു സാധനം. ഓക്കെ, നമുക്ക് അടുത്ത അറ്റാക്ക് പോകാം. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു പക്ഷേ ഒരു ഡ്യൂക്ക് ഡ്രാഗൺ ചാർജാണ്. പക്ഷേ ബേസ് പ്രശ്നമാണ് കേടാ. നമ്മുടെ കയ്യിൽ ക്വീൻ ഇല്ലാത്തൊരു അറ്റാക്കിലോട്ടാണ് നമ്മൾ അടുത്ത പോകുന്നത്. പക്ഷേ അതാണ് നോക്കട്ടെ. ക്വീൻ ഇല്ലാതെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ബേസ് ഒരു പ്രതീക്ഷയോടെ പോയി നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗനെ അങ്ങ് ഇറക്കി കൊടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് ഡ്യൂക്ക് ഡ്രാഗൺ ചാർജ് ചെയ്ത് കയറുന്നുണ്ട്. സീനൊന്നുമില്ല. ഒരു ഇൻവി. ഓക്കെ, സ്റ്റിൽ അകത്ത് തന്നെയാണ് ഡ്യൂക്ക് ഡ്രാഗൺ. ഇൻവി ഇടുന്നില്ല. അടുത്തൊരു ഇൻവി. യെസ്, പെർഫെക്റ്റ്. നല്ല സാധനം. അയ്യോ പുറത്തോട്ട് പോയി. ഇപ്പോൾ കുറച്ച് വൾണറബിളായിട്ട് നിൽക്കുകയാണ് ഡ്യൂക്ക് ഡ്രാഗൺ. ഡ്യൂക്ക് ഡ്രാഗൺ ചത്ത്. ക്വീനും ഇല്ല. ഫുൾ ഡ്രാഗൺസ് ഇറക്കി. ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, പുതിയ സേജ് മെഷീൻ, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ്. ഒരു ഇലക്ട്രോ ഡ്രാഗൺ ഉണ്ടടാ, ഇവിടെ ഇറക്കാനാണ്. നടുക്കിറക്കാം. റോയൽ ചാമ്പ്യൻ ഇവിടെ ഉണ്ട്. റോയൽ ചാമ്പ്യൻ എബിലിറ്റി കൊടുത്തു. എന്ത് ചെയ്യാനാ മനസ്സിലാവണമെന്നില്ല. ബട്ട് സ്റ്റിൽ അറ്റാക്കൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ആരെങ്കിലും എബിലിറ്റി കൊടുക്കണോടെ നോക്കട്ടെ. ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി കൊടുത്തു. റോയൽ ചാമ്പ്യനെ സപ്പോർട്ട് ചെയ്താണ് നമ്മളിപ്പോൾ ഒരു ടോട്ടൽ ഇട്ടത്. പക്ഷേ എൻ്റെ റോയൽ ചാമ്പ്യനാണ് മുമ്പേ ചത്തുപോയി. എന്ത് കഷ്ടമാണ് ഇവന്മാർ ഇത്രയൊന്ന് റൂട്ടപ്പ് ചെയ്യാൻ. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. നടുക്കൊരു ഫ്രീസ് കൊടുക്കുന്നുണ്ട്. ഒരു ബേബി ഡ്രാഗൺ ഇവിടെ ഇറക്കാം. വീണ്ടും ഫ്രീസ് ഇടണോ? വേണ്ട. 2 മിനിയൻ, 3 ആർച്ചർ. ഡ്യൂക്ക് ഡ്രാഗൺ അവിടെ കഷ്ടപ്പെട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഇൻവി ഇട്ട് കൊടുത്ത. ഓക്കെ, ഒരു ഫ്രീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അവിടെ ഇടുന്നു. ഇവിടെ ഒരു ഇൻവി ഇട്ടു. ആർക്ക് വേണ്ടിയാണ് ഇൻവി പോയതെന്ന് എനിക്കൊന്നും മനസ്സിലാവണില്ല. ഓക്കെ ഗൈസ്, നമ്മൾ 4x അടിച്ചു കൊടുത്തിട്ടുണ്ട്. യെസ്, പെർഫെക്റ്റ് ആണ്. പിന്നെ ഇംപ്രിൻസിബിലിറ്റി. ഓക്കെ ഗൈസ്, എന്തൊക്കെയോ ഒരു മിക്സ് ആയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്തു. നമ്മുടെ കൈ കിട്ടി ഗൈസ്. ഇത് സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ അറ്റാക്കെല്ലാം തീർന്നു. പക്ഷേ എൻ്റെ ആദ്യത്തെ 2 അറ്റാക്ക് അങ്ങ് ആ കോൺഫിഡൻസ് അങ്ങ് പോയടാ. മെയിൻ അറ്റാക്ക് 2 പോയപ്പോൾ എനിക്കെന്തോ എന്ത് പറയണമെന്ന് എനിക്കറിയണം ഗൈസ്. നമ്മളപ്പോൾ അടുത്ത വാറ് മുതൽ നമ്മൾ ഒരു ഡിഫറെൻറ്റ് സ്ട്രാറ്റജി ഒന്ന് ട്രൈ ചെയ്യണമായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഡ്യൂക്ക് ഡ്രാഗൺ ചാർജൊന്നും ഇപ്പോൾ അത്ര എഫക്റ്റീവായിട്ടൊന്നും വർക്കാവണില്ല. ഡ്യൂക്ക് ഡ്രാഗൻ്റെ കുറേ സാധനങ്ങളൊക്കെ കുറച്ചുകൊണ്ടായിരിക്കും ഗൈസ്. ഇപ്പോൾ തന്നെ 3 ബേസ് നമ്മുടെ കൈവിട്ട് പോയി. അപ്പോൾ ഇനി എത്ര ബേസാണ് കൈവിടാൻ പോകുന്നത്, എത്ര ബേസാണ് കയ്യിൽ വരാൻ പോണത്, ഒരു ഐഡിയ ഇല്ല. നമ്മളെന്തായാലും ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിൽ ലാസ്റ്റാണല്ലോ. റൗണ്ട് എടുത്താലും റൗണ്ട്സ് വെച്ച് ഡെഡ് ക്ലാനും ടാനാണ്. ഡെഡ് ക്ലാന് 11 അറ്റാക്ക് ചെയ്തു. നൈസ്. അപ്പോൾ സീനില്ല. 9 അറ്റാക്ക്.
സ്റ്റിൽ നമ്മൾ ഒരു 100 നമ്മൾ ഒരു ബോർഡറിൽ നിൽക്കുകയാണ്. നമ്മൾ എങ്ങനെയെങ്കിലും സ്റ്റാർ കൂടുതൽ എടുത്തില്ലെങ്കിൽ നമ്മൾ അങ്ങ് ഡിമോട്ടായി കൈ കിട്ടും. നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ ലക്ഷ്യം പ്രൊമോഷൻ കാര്യമൊന്നുമില്ല, നമ്മൾ സ്റ്റേ ചെയ്ത് നിൽക്കുക. അതാണ് നമ്മുടെ അവസ്ഥ. സ്റ്റേ ചെയ്തില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ അധ്വാനമൊക്കെ വേസ്റ്റ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയുക. ബൈ ഗൈസ്.